ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കിയാലോ. ഹൃദയ സംസാരം നോക്കാം. ശ്രദ്ധിച്ചാൽ നമുക്ക് ദൈവസ്വരം കേൾക്കാൻ കഴിയും. കർത്താവായ ദൈവം എൻ്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട്. കർത്താവായ ദൈവം എന്നിലിരുന്ന് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. വെടിക്കെട്ട് നടക്കുമ്പോൾ ടീച്ചർ ക്ലാസ്സിനുള്ളിൽ പറയുന്നതൊന്നും കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുകയില്ലല്ലോ. അതുപോലെ അവിശുദ്ധമായ സംസാരം കേട്ടുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ബാഹ്യപാപസ്വരങ്ങൾ ശ്രവിച്ച് ജീവിക്കാനാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നില്ല. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാത്തതിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ നാം അത് മനഃപൂർവ്വം ശ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ നാം അത് അശ്രദ്ധമായിട്ടാണ് കേൾക്കുന്നത്. ഈശോ ഒരിക്കൽ പറഞ്ഞു, നീ നിൻ്റെ മുറിയിൽ കയറി കതകടച്ച് പ്രാർത്ഥിക്കുക എന്ന്. നമ്മുടെ ജഡിക വാസനകളെ വാതിലടച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്കത് കേൾക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ.